നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 13 ശ്ലോകങ്ങൾ പഠിച്ചു. ഇന്ന് പഠിക്കാൻ പോകുന്നത് 14-ാമത്തെ ശ്ലോകമാണ്. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പും യജ്ഞചക്രവുമാണ് പഠിക്കുന്നത്. ഭാരതീയ തത്വചിന്തയുടെ അടിത്തറയായി കണക്കാക്കപ്പെടുന്ന ഭഗവത്ഗീത കേവലം ഒരു ആത്മീയ ഗ്രന്ഥം മാത്രമല്ല, അത് മനുഷ്യ ജീവിതത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും പ്രവർത്തന നിയമങ്ങളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന ഒരു ജീവിത മാനുവൽ കൂടിയാണ്. കുരുക്ഷേത്ര യുദ്ധകളത്തിൽ സ്വന്തം കടമകൾ മറന്ന് കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടാൻ വെമ്പുന്ന അർജുനന് നൽകുന്ന ഉപദേശരൂപത്തിലാണ് ഗീത രചിക്കപ്പെട്ടിരിക്കുന്നത്. 3-ാം അധ്യായമായ കർമ്മയോഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ മനുഷ്യൻ്റെ കർമ്മങ്ങളെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധിപ്പിക്കുന്നു. ഈ വീഡിയോയുടെ ലക്ഷ്യം തന്നെ ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകത്തെ ആഴത്തിൽ പഠിക്കുക എന്നതാണ്. ജീവിതയാത്രയിൽ പകച്ചു നിൽക്കുന്നവർക്ക് വഴികാട്ടി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ശ്ലോകം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെയും യജ്ഞം എന്ന ആശയത്തിലൂടെ എങ്ങനെയാണ് ഈ ലോകം നിലനിൽക്കുന്നതെന്നും വ്യക്തമാക്കുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ബാധകമായ നിത്യജീവിത നിഷ്ഠകൾ, പരിസ്ഥിതി ബോധം, സാമൂഹിക കടമകൾ എന്നിവ ഈ ശ്ലോകത്തെ അടിസ്ഥാനമാക്കി വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ഈ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. പിന്നീട് അതിൻ്റെ പദാനുപദ അർത്ഥവും അന്വാഖ്യാന അർത്ഥവും ഒക്കെ പഠിക്കാം. ശ്ലോകം ഇപ്രകാരമാണ്. ശ്രീമദ് ഭഗവത്ഗീത കർമ്മയോഗം ശ്ലോകം 14. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാദ് ഭവതി പർജന്യോ യജ്ഞഃ കർമ്മ സമുദ്ഭവഃ. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദ അന്ന സംഭവഃ യജ്ഞാദ് ഭവതി പർജന്യോ യജ്ഞഃ കർമ്മ സമുദ്ഭവഃ. ഈ ശ്ലോകത്തിൻ്റെ പദാനുപദ അർത്ഥം നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ആദ്യ പദം അന്നാദ്. അന്നാദ് എന്നാൽ അന്നത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന്. ജീവജാലങ്ങളുടെ ശരീരം രൂപപ്പെടുന്നതും വളരുന്നതും ആഹാരത്തിൽ നിന്നാണ്. ഭവന്തി ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു എന്ന അർത്ഥം. അതായത് ജനനവും വളർച്ചയും അതിൻ്റെ നിലനിൽപ്പും ഒക്കെയാണ് ഇവിടെ ഭവന്തി എന്ന പദത്താൽ അർത്ഥമാക്കുന്നത്. അന്നാദ് ഭവന്തി ഭൂതാനി. ഭൂതാനി എന്നാൽ സർവ ജീവജാലങ്ങളും, മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രാണികളെയും ചേർത്താണ് ഇവിടെ ഈ ശ്ലോകത്തിൽ ഭൂതാനി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. അടുത്ത പദമാണ് പർജന്യാദ്. മഴയിൽ നിന്ന്. പർജന്യം മഴ, മഴയിൽ നിന്ന് അല്ലെങ്കിൽ ജലം, ജലത്തിൽ നിന്ന്. ജലം ജീവന്റെ ആധാരമാണ്. മഴയാണ് കൃഷിക്കും ധാന്യങ്ങൾക്കും കാരണമാകുന്നത്. അന്നസംഭവഃ. പർജന്യാദ് അന്നസംഭവഃ. അന്നസംഭവം എന്ന് പറഞ്ഞാൽ അന്നത്തിൻ്റെ ഉത്ഭവം. ധാന്യങ്ങളും സസ്യങ്ങളും മഴയെ ആശ്രയിച്ച് ഉണ്ടാകുന്നു. യജ്ഞാത്. യജ്ഞത്തിൽ നിന്ന്, ത്യാഗപൂർണമായ കർമ്മങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ യാഗങ്ങളിൽ നിന്ന്. ഭവതി. യജ്ഞാത് ഭവതി. ഭവതി ഉണ്ടാകുന്നു, സംഭവിക്കുന്നു.
കാരണമാകുന്നു എന്നൊക്കെ അർത്ഥം. പർജന്യോ പർജന്യോ എന്നാൽ മഴ, മേഘം എന്നൊക്കെയാണ് അർത്ഥം. പ്രകൃതിയുടെ അനുഗ്രഹം വർഷിക്കുന്ന അവസ്ഥയാണ് ഈ പദത്തിലൂടെ സൂചിപ്പിക്കുന്നത്. യജ്ഞഃ യജ്ഞം, അതായത് നിസ്വാർത്ഥമായ കർമ്മം അഥവാ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന പ്രവൃത്തി എന്നാണ്. കർമ്മസമുദ്ഭവഃ, കർമ്മത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. യജ്ഞകർമ്മസമുദ്ഭവഃ, യജ്ഞം കർമ്മത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. വിഹിത കർമ്മങ്ങളിൽ നിന്ന് യജ്ഞം ഉണ്ടാകുന്നു എന്നാണ്. ഇത്രയുമാണ് ഈ ശ്ലോകത്തിലെ പദങ്ങളുടെ അർത്ഥം. അതായത് സംസ്കൃത ശ്ലോകങ്ങളെ ഗദ്യരൂപത്തിൽ ക്രമീകരിക്കുന്നതിനെയാണ് അന്വയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു അന്വാഖ്യാന അർത്ഥം തന്നെ ഉണ്ടാകുന്നത്. അത് ഈ ശ്ലോകം ഇങ്ങനെ നമുക്കൊന്ന് ചിത്രീകരിക്കാവുന്നതാണ്. അതിൻ്റെ അന്വയം എന്ന് പറയുന്നത് ഭൂതാനി അന്നാദ് ഭവന്തി അന്നസംഭവഃ പർജന്യാത് പർജന്യഃ യജ്ഞാത് ഭവതി യജ്ഞഃ കർമ്മസമുദ്ഭവഃ. ഇതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞാൽ സർവ്വജീവജാലങ്ങളും ആഹാരത്തിൽ നിന്ന് ഉണ്ടാകുന്നു അല്ലെങ്കിൽ വളരുന്നു. ആ ആഹാരം അല്ലെങ്കിൽ ധാന്യങ്ങൾ മഴയിൽ നിന്ന് ഉണ്ടാകുന്നു. മഴയാകട്ടെ യജ്ഞത്തിൽ നിന്ന് ഉണ്ടാകുന്നു. ആ യജ്ഞം കർമ്മത്തിൽ നിന്ന്, അതായത് വിഹിത കർമ്മങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ പ്രകൃതിയുടെയും ജീവന്റെയും നിലനിൽപ്പിന് ആധാരമായ ഒരു വലിയ ചക്രത്തെ വെളിപ്പെടുത്തുകയാണ്. ജീവജാലങ്ങളുടെ ശരീരം അന്നം, അതായത് ഭക്ഷണം കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അന്നം വിളയണമെങ്കിൽ മഴ വേണം. മഴ പെയ്യുന്നത് പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ടാണ്. അത് യജ്ഞം എന്ന പുണ്യകർമ്മത്തിലൂടെ സാധ്യമാകുന്നു. യജ്ഞം നടക്കണമെങ്കിൽ മനുഷ്യൻ തൻ്റെ കടമകൾ അല്ലെങ്കിൽ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കണം. അതിനാൽ കർമ്മം പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. 14-ാമത്തെ ഈ ശ്ലോകം കേവലം ഒരു കൃഷി രീതിയെയോ മഴയെയോ മാത്രമല്ല സൂചിപ്പിക്കുന്നത്. ഇതിൽ ആഴത്തിലുള്ള പാരിസ്ഥിതിക, സാമൂഹിക, ആത്മീയ ദർശനങ്ങളുണ്ട്. നമുക്ക് ഇതിലെ ഓരോ കണ്ണികളെയും വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് അന്നാദ് ഭവന്തി ഭൂതാനി, അന്നത്തിൽ നിന്ന് ജീവജാലങ്ങൾ ഉണ്ടാകുന്നു എന്ന പ്രയോഗം. മനുഷ്യ ശരീരത്തെ വേദാന്തത്തിൽ അന്നമയ കോശം എന്നാണ് വിളിക്കുന്നത്. നാം കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചാണ് രക്തവും മാംസവും അസ്ഥിയും മജ്ജയുമായി മാറുന്നത്. മാതാപിതാക്കൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ സത്തയിൽ നിന്നാണ് ശുക്ലവും അണ്ഡവും ഉണ്ടാകുന്നത്. അതിനാൽ ജനനം മുതൽ മരണം വരെ ജീവൻ നിലനിൽക്കുന്നത് അന്നത്തെ ആശ്രയിച്ചാണ്. ശാസ്ത്രീയമായി നോക്കിയാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നിരന്തരം നശിക്കുകയും പുതിയവ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ പുതിയ കോശങ്ങൾ നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ ഭക്ഷണത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം നമ്മുടെ ചിന്തകളെയും ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നു. രണ്ടാമതായി പറയാനുള്ളതാണ് പർജന്യാത് അന്ന സംഭവഃ, മഴയിൽ നിന്ന് അന്നമുണ്ടാകുന്നു. ഭാരതം പോലൊരു കാർഷിക രാജ്യത്ത് മഴയാണ് സമൃദ്ധിയുടെ അടിസ്ഥാനം. ജലമില്ലാതെ വിത്ത് മുളയ്ക്കില്ല, സസ്യങ്ങൾ വളരില്ല. ഇവിടെ പർജന്യൻ എന്നത് കേവലം മഴവെള്ളം മാത്രമല്ല, മറിച്ച് ജീവന്റെ നിലനിൽപ്പിന് അനുകൂലമായ കാലാവസ്ഥയെയും പ്രകൃതി വിഭവങ്ങളെയും സൂചിപ്പിക്കുന്നു. പ്രകൃതി കനിഞ്ഞാൽ മാത്രമേ മനുഷ്യന് ആഹാരം ലഭിക്കൂ. ഈ ശ്ലോകത്തിൻ്റെ അടുത്ത കാതലായ ഒരു ഭാഗമാണ് യജ്ഞാത് ഭവതി പർജന്യോ, അതായത് യജ്ഞത്തിൽ നിന്നും മഴ എന്ന ആ ഒരു കൺസെപ്റ്റ്.
ഇതാണ് ഈ ശ്ലോകത്തിലെ ഏറ്റവും നിഗൂഢവും ചിന്തനീയവുമായ ഭാഗം. യജ്ഞം ചെയ്താൽ എങ്ങനെ മഴ പെയ്യും? അതിന് 3 തലത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അത് ആദി ദൈവിക തലത്തിലാണ്. വേദകാലഘട്ടത്തിലെ വിശ്വാസമനുസരിച്ച് പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുന്നത് ദേവന്മാരാണ്. അതായത് ഇന്ദ്രൻ, വരുണൻ, വായു എന്ന ദേവന്മാർ. മനുഷ്യർ നടത്തുന്ന യജ്ഞങ്ങളിൽ, അതായത് ഹോമങ്ങളിലൊക്കെ അർപ്പിക്കുന്ന ഹവിസ് ദേവന്മാർക്ക് ആഹാരമായി മാറുന്നു. സംതൃപ്തരായ ദേവന്മാർ മഴയായും വെളിച്ചമായും തിരികെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു. പരസ്പരം ഭാവയന്തഹ, അല്ലെങ്കിൽ പരസ്പരം സഹായിക്കുക എന്ന തത്വം ഇവിടെ പ്രവർത്തിക്കുകയാണെന്ന് കണ്ടില്ലേ? രണ്ടാമത്തേതാണ് ആദി ഭൗതിക അല്ലെങ്കിൽ പാരിസ്ഥിതിക തലത്തിൽ നിന്നുള്ള യജ്ഞം എന്ന് പറയുന്നത്. അതായത് യജ്ഞം എന്ന വാക്കിന് ത്യാഗം അല്ലെങ്കിൽ കൂട്ടായ പ്രവർത്തനം എന്നും അർത്ഥമുണ്ട്. മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ സംരക്ഷിക്കുമ്പോൾ, അതായത് യജ്ഞഭാവത്തോടെ പെരുമാറുമ്പോൾ വനങ്ങളും പുഴകളും സംരക്ഷിക്കപ്പെടുന്നു. വനങ്ങൾ മഴയെ ആകർഷിക്കുന്നു. മറിച്ച് സ്വാർത്ഥതയോടെ പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ, അതായത് യജ്ഞമില്ലാതെ ചെയ്യുമ്പോൾ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുകയും മഴ ഇല്ലാതാവുകയും ചെയ്യുന്നു. മൂന്നാമത്തെ അവസ്ഥയാണ് ശാസ്ത്രീയ അല്ലെങ്കിൽ സാമൂഹിക തലത്തിൽ നിന്നുള്ളത്. അതായത് ഒരു സമൂഹം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഉൽപാദനവും സമൃദ്ധിയും ഉണ്ടാകുന്നു. ഈ കൂട്ടായ പരിശ്രമമാണ് യജ്ഞം. അത്തരം സമൂഹങ്ങളിൽ വിഭവങ്ങളുടെ ക്ഷാമം ഉണ്ടാവുകയില്ല. യജ്ഞഃ കർമ്മ സമുദ്ഭവഃ, അതായത് കർമ്മത്തിൽ നിന്ന് യജ്ഞം ഉണ്ടാകുന്നു. യജ്ഞം എന്നത് മനസ്സിലെ വെറുമൊരു ചിന്തയല്ല, അതിന് ക്രിയ ആവശ്യമാണ്. ഹോമകുണ്ഡം ഒരുക്കണമെങ്കിൽ, വിറക് ശേഖരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനെ സഹായിക്കണമെങ്കിൽ അവിടെ ശാരീരികമായ അധ്വാനം വേണം. അവിടെയാണ് നിഷ്കാമകർമ്മത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. ഫലേച്ഛയില്ലാതെ കടമ എന്ന നിലയിൽ ചെയ്യുന്ന കർമ്മമാണ് യജ്ഞമായി മാറുന്നത്. അലസനായിരിക്കുന്ന ഒരാൾക്ക് യജ്ഞം ചെയ്യാൻ കഴിയില്ല. അതിനാൽ കർമ്മമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഈ ശ്ലോകം കേവലം ഭക്ഷണത്തിൻ്റെയോ മഴയുടെയോ കാര്യം മാത്രമല്ല പറയുന്നത്. അത് മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ അടിസ്ഥാന തത്വമായി മാറുകയാണ്. അന്നത്തിൽ നിന്ന് ജീവജാലങ്ങളും, മഴയിൽ നിന്ന് അന്നവും, യജ്ഞത്തിൽ നിന്നും മഴയും, കർമ്മത്തിൽ നിന്ന് യജ്ഞവും ഉണ്ടാകുന്നു എന്ന ലളിതമായ വരികളിലൂടെ പ്രപഞ്ചം മുഴുവൻ ഒരൊറ്റ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതയാത്രയിൽ പകച്ചു നിൽക്കുന്നവർക്കുള്ള സന്ദേശം ഇപ്രകാരം വേണമെങ്കിൽ പറയാം: നിങ്ങൾ ഒറ്റയ്ക്കല്ല, പ്രപഞ്ചം മുഴുവൻ നിങ്ങളെ സഹായിക്കാൻ കൂടെയുണ്ട്. പക്ഷേ ആ സഹായം ലഭിക്കാൻ നിങ്ങൾ നിസ്വാർത്ഥമായി പ്രവർത്തിക്കണം. ഫലം ആഗ്രഹിക്കാതെ കടമകൾ കൃത്യമായി ചെയ്യുമ്പോൾ പ്രകൃതി നിങ്ങൾക്ക് അനുകൂലമായി മാറും. ഈ ലോകം ഒരു വലിയ ചക്രമാണ്. നമ്മൾ നല്ലത് ചെയ്താൽ ലോകം നമുക്ക് നല്ലത് തിരിച്ചു തരും. ഭക്ഷണം കഴിക്കുമ്പോഴും പഠിക്കുമ്പോഴും കളിക്കുമ്പോഴും ഓർക്കുക, ഇതെല്ലാം ദൈവത്തിൻ്റെയും പ്രകൃതിയുടെയും സമ്മാനമാണ്. നന്ദിയുള്ളവരായിരിക്കുക. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാദ് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവഃ.